അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് ഏജൻറ്റ് ഓഫ് പോളിനേഷൻ. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻറ്റ് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ആർ ഡിവൈഡ് ഇൻറ്റു ടു അബയോട്ടിക് ഏജൻറ്റ് ആൻഡ് ബയോട്ടിക് ഏജൻറ്റ്. ഇത് പോളിനേറ്റിംഗ് ഏജൻറ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, അബയോട്ടിക് ഏജൻറ്റും ബയോട്ടിക് ഏജൻറ്റും. ആൻഡ് ദി അബയോട്ടിക് ഏജൻറ്റ് ആർ വിൻഡ് ആൻഡ് വാട്ടർ. അബയോട്ടിക് ഏജൻറ്റ് എന്ന് വെച്ചാൽ വിൻഡും വാട്ടറുമാണ്. ആൻഡ് ബയോട്ടിക് ഏജൻറ്റ് എന്ന് വെച്ചാൽ ഇൻസെക്റ്റ്, ബേർഡ്സ് ആൻഡ് ബാറ്റ് അതുപോലത്തെയൊക്കെയാണ്. ഇപ്പം മെജോറിറ്റി ഓഫ് പ്ലാന്റ് യൂസ് ബയോട്ടിക് ഏജൻറ്റ്സ്. ഇത് ആനിമൽസ് വഴിയാണ് മേജർ ഓഫ് ദി പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്, പോളിനേഷൻ നടക്കുന്നത്. അപ്പം എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പോളിനേറ്റിംഗ് ഏജൻറ്റിനെ വെച്ച് നോക്കുമ്പം 3 ടൈപ്പ് ഓഫ് പോളിനേഷനാണ് നടത്തുന്നത്. ഒന്നാമത്തെയാണ് അനിമോഫിലി ആൻഡ് ഹൈഡ്രോഫിലി ആൻഡ് സോഫിലി. അനിമോഫിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വിൻഡ് പോളിനേഷനാണ്. ഹൈഡ്രോഫിലി എന്ന് വെച്ചാൽ വാട്ടർ പോളിനേഷനാണ്. ആൻഡ് സോഫിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനിമൽസ് വഴി ഇൻസെക്റ്റൊക്കെ നടത്തുന്ന പോളിനേഷനാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് അനിമോഫിലി. പോളിനേഷൻ ബൈ ദി ഏജൻസി ഓഫ് വിൻഡ് ഈസ് കോൾഡ് അനിമോഫിലി. അപ്പോൾ അതൊരു പോയിൻ്റ് ആയിട്ട് ചെയ്താൽ പോളിനേഷൻ ബൈ ദി ഏജൻസി ഓഫ് വിൻഡ് ഈസ് കോൾഡ് അനിമോഫിലി. വിൻഡ് വഴി ഉണ്ടാകുന്ന പോളിനേഷനെയാണ് നമ്മൾ അനിമോഫിലി എന്ന് വിളിക്കുന്നത്, ഓർ വിൻഡ് പോളിനേഷൻ. ഗ്രാസസിലൊക്കെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് കോമൺ ഇൻ ഗ്രാസസ്. എവിടെയാണ്, ഗ്രാസസിൽ കോമൺ ആയിട്ട് നടക്കുന്നു. ആൻഡ് ദി വിൻഡ് പോളിനേറ്റഡ് ഫ്ലവർ ആർ കോൾഡ് അനിമോഫിയസ് ഫ്ലവേഴ്സ്. ഓക്കെ, ആൻഡ് എക്സാമ്പിൾ എന്തായാലും പഠിക്കുക. കോക്കനട്ട്, പ്ലാം, ഡേറ്റ്സ് പ്ലാം ആൻഡ് മൈസ്, ചോളം ഒക്കെ ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഇപ്പോൾ നമുക്ക് എന്തായാലും ചോദിക്കുന്നതാണ്, എന്താണ് അല്ലെങ്കിൽ വിൻഡ് പോളിനേഷൻ്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെ. ഒന്നാമത്തെയാണ് ഫ്ലവേഴ്സ് ആർ യൂണിസെക്ഷൽ ആയിരിക്കും. Pollen grains are light and non-sticky, well exposed stamen, large and feathery stigma. Flowers have single ovule in each ovary. Flowers are packed into an inflorescence. അത് എക്സാമ്പിൾ എന്തായാലും പഠിക്കുക, കോണാണ്. And the flowers are neither colored nor showy. They doesn't secrete nectar. They lack scent. അപ്പോൾ അത്രയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ വിൻഡ് പോളിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡ് വഴി നടത്തുന്ന പോളിനേഷനാണ്. അതിൻ്റെ ക്യാരക്ടേഴ്സ് 7 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിലൊരു 5 നമ്മൾ പഠിച്ചിരിക്കുക. സെക്കൻഡ് പോളിനേഷൻ ഹൈഡ്രോഫിലി. ഹൈഡ്രോഫിലി എന്ന് വെച്ചാൽ വാട്ടർ പോളിനേഷൻ, അതായത് വെള്ളമൊക്കെ കൊണ്ട് നടക്കുന്ന പോളിനേഷനാണ്. പോളിനേഷൻ ബൈ ദി ഏജൻസി ഓഫ് വാട്ടർ ഈസ് സെറ്റ് ടു ബി ഹൈഡ്രോഫിലി ഓർ വാട്ടർ പോളിനേഷൻ. ഇപ്പോൾ ഹൈഡ്രോഫിലിക്ക് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിളാണ് ഹൈഡ്രില്ല. ഹൈഡ്രോഫിലി, ഹൈഡ്രില്ല അങ്ങനെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ ഹൈഡ്രില്ല. ഇനി നമുക്ക് വാട്ടർ പോളിനേറ്റിംഗ് ചെയ്യുന്ന ഫ്ലവേഴ്സിൻ്റെ എന്താണ് ക്യാരക്ടേഴ്സ് എന്താ നോക്കാം. ഒന്നാമത്തെയാണ് ഫ്ലവേഴ്സ് ആർ സ്മോൾ. എന്തായിരിക്കും, ആ ഫ്ലവേഴ്സ് ഭയങ്കര ചെറുതായിരിക്കും. സീപ്പിൾസ്, പീറ്റൽസ് ഓർ പെരിയാന്തസ് സെഗ്മെന്റ് ആർ അൺവീറ്റബിൾ ഡ്യൂ ടു വാക്സി കോട്ടിംഗ്. ദി പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫ്രം വെറ്റിംഗ് ബൈ എ മ്യൂസിലേജസ് കവറിംഗ്. സം പോളൻ ഗ്രെയിൻസ് ആർ ലോങ് ആൻഡ് റിബൺ ലൈക്ക്. സ്റ്റിഗ്മ is sticky but unwettable. They are never colored and showy. They do not produce nectar. They lack scent. അപ്പോൾ ഇത്രയാണ് എന്താണ് ഈ 7 ക്യാരക്ടേഴ്സാണ് എന്തിനു നമ്മളൊരു വാട്ടർ പോളിനേറ്റിംഗ് വഴി ഉണ്ടാകുന്ന ഫ്ലവേഴ്സിനുള്ളത്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കുക, വിത്ത് എക്സാമ്പിളും വെച്ച് പഠിച്ചിരിക്കുക കേട്ടോ. ഹൈഡ്രില ഒരു എക്സാമ്പിളാണ് വാട്ടർ പോളിനേറ്റിങ്ങിന്, അപ്പോൾ അത് പഠിച്ചിരിക്കുക. ആൻഡ് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വണ്ണാണ് എന്താണ് സൂഫിലി, ആനിമൽ പോളിനേഷൻ. ഇത് ആനിമൽ പോളിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻസെക്റ്റ്, ഇത് ബട്ടർഫ്ലൈസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികൾ എന്ത് ചെയ്യുന്നു, പൂവിൻ്റെ പൂമ്പടി വന്നിട്ട് മറ്റൊരു ചെടിയിലേക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ചെന്ന് തീർക്കുന്ന പോളിനേഷൻ നടക്കുന്നുണ്ട്. അതാണ് ആനിമൽ പോളിനേഷൻ. പോളിനേഷൻ ബൈ ദി ഏജൻസി ഓഫ് ആനിമൽ ഈസ് കോൾഡ് സോഫിലി. ഓക്കെ, അപ്പം അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ആർ ലാർജ് ആൻഡ് ബ്രൈറ്റ്ലി കളർഡ് ഫോർ അട്രാക്റ്റിംഗ് ദി ഇൻസെക്ട്. അപ്പം നല്ല കളറുമായിരിക്കും, ഇങ്ങനെ ഫെദറി ആയിട്ടിരിക്കും. കാരണം എന്താണ്, ഇൻസെക്റ്റിനൊക്കെ വന്ന് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനായിട്ട്. ദേ പ്രൊഡ്യൂസ് നെക്ടർ. ഇപ്പോൾ ബാക്കി 2 പോളിനേഷൻ വഴി നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യില്ല, പക്ഷേ ഈ ഒരു പോളിനേഷൻ വഴി എന്ത് ചെയ്യും, നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദേ സപ്ലൈ ഫുഡ് ടു ഇൻസെക്ട് ഇൻ ദി ഫോം ഓഫ് ഹണി ഓർ പോളൻ ഗ്രെയിൻസ്. എഡിബിൾ ആയിട്ടുള്ള ഹണീസും പോളൻ ഗ്രെയിൻസും എന്ത് ചെയ്യുന്നു, ആ ഒരു രീതിയിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദേ കോമൺലി പ്രൊഡ്യൂസ് ഫ്രാഗ്മെൻറ്റ്സ്. ഇത് ഫ്രാഗ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേണം. അത് നമുക്ക് ജാസ്മിൻ ആൻഡ് എന്താണ് റോസ്, അതൊക്കെ നമുക്കതിന് എക്സാമ്പിളായിട്ട് പറയാം. ദി പോളൻ ഗ്രെയിൻസ് ആർ യൂഷ്വലി സ്റ്റിക്കി ആൻഡ് സ്പിന്നി. സ്റ്റിഗ്മ ഈസ് സ്റ്റിക്കി ആൻഡ് ഇൻസേർട്ടഡ് ആണ്, അതായത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നതാണ്. വെൻ ദി ഫ്ലവർ ആർ സ്മോൾ, മെനി ഫ്ലവേഴ്സ് ആർ ക്ലസ്റ്റേർഡ് ഇൻ ടു ആൻ ഇൻഫ്ലോറൻസ.
അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇൻസെക്ട് പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ 3 പോളിനേഷൻ വഴിയുള്ള ക്യാരക്ടേഴ്സ് പഠിച്ചിരിക്കുക. എന്തായാലും ചോദിക്കും എന്താണ് ക്യാരക്ടേഴ്സ് ഓഫ് ഹൈഡ്രോഫിലിക് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ എന്താണ് ഇൻസെക്ട് വഴി നടക്കുന്നത്, വാട്ടർ വഴി നടക്കുന്നത്, അതിന് എക്സാമ്പിൾ അടക്കം ആൻഡ് ദി ക്യാരക്ടേഴ്സും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, അതിൽ നടക്കുന്ന ഈവൻറ്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ എന്താണ് ഓൺ റീച്ചിങ് സിനാഗഡ് പോളൻ ട്യൂബ് റിലീസ് 2 മെയിൽ ഗമേറ്റ് ഇൻ ടു ദി സൈറ്റോപ്ലാസ്മം ഓഫ് ദി സിനാഗം. അതായത് സിനാഗഡിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എന്ത് ചെയ്യുന്നു, 2 മെയിൽ ഗമേറ്റ് എന്ത് ചെയ്യുന്നു, പോളൻ ട്യൂബ് റിലീസ് ചെയ്യുന്നു. വൺ ഓഫ് ദി മെയിൽ ഗമേറ്റ് ഫ്യൂസ്ഡ് വിത്ത് എഗ് ന്യൂക്ലിയസ് ടു ഫോം എ ഡൈപ്ലോയിഡ് സെൽ കോൾഡ് സൈഗോട്ട്. അതായത് 2 മെയിൽ ഗമേറ്റ് ഉണ്ട്, അതിൽ ഒരു മെയിൽ ഗമേറ്റ് എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ഡൈപ്ലോയിഡ് സെൽ ഉണ്ടാകുന്നു, അതിനെ നമ്മൾ സൈഗോട്ട് എന്ന് വിളിക്കുന്നു. ഈ ഒരു ഈവൻറ്റിനെയാണ് നമ്മൾ സിംഗമി എന്ന് വിളിക്കുന്നത്. ദിസ് ഈവൻറ്റ് ഈസ് കോൾഡ് സിംഗമി. ആൻഡ് അതർ മെയിൽ ഗമേറ്റ് ഫ്യൂസ്ഡ് വിത്ത് പോളാർ ന്യൂക്ലിയൈ അറ്റ് ദി സെൻറ്റർ ടു പ്രൊഡ്യൂസ് എ ട്രൈപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. അതായത് ഒരു മെയിൽ ഗമേറ്റ് എന്ത് ചെയ്തു, എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ടായി ഫോം ചെയ്തു. രണ്ടാമത്തെ മെയിൽ ഗമേറ്റ് എന്ത് ചെയ്തു, പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അവിടെ ഒരു എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ട്രൈപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ആ സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ഇൻ ദി എംബ്രിയോ സാക്ക് ഈസ് ടേർമഡ് ആസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പം ഈ 2 ഈവൻ്റ് ഉണ്ട്, സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഇപ്പോൾ 2 ഈവൻറ്റും എവിടെയാണ് നടക്കുന്നത്, എംബ്രിയോ സാക്കിലാണ്. ആൻഡ് ഇതിനെയാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ദി സെൻറ്റർ സെൽ ആഫ്റ്റർ ട്രിപ്പിൾ ഫ്യൂഷൻ ഫോം പ്രൈമറി എൻഡോസ്പെർം സെൽ വിച്ച് ലെതർ ഡെവലപ്പ് ഇൻ ടു ആൻ എൻഡോസ്പെർം. അപ്പോൾ ഈ PEC എന്ത് പിന്നെ ആകും, അതൊരു എൻഡോസ്പെർമായിട്ട് ഡെവലപ്പ് ചെയ്യും. ആൻഡ് സൈഗോട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്ര ഈവൻറ്റ്സ് ആണ് ഒരു ഡബിൾ ഫെർട്ടിലൈസേഷനിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദിക്കാൻ എന്താണ് 2 ഈവൻറ്റ്സ്, 2 ഈവൻറ്റ്സ് അല്ലെങ്കിൽ എന്താണ് സിംഗമി അല്ലെങ്കിൽ എന്താണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് ചോദിക്കാം. അപ്പോൾ ഈ ട്രിപ്പിൾ ഫ്യൂഷനും സിംഗമി എവിടെ വെച്ചാണ് നടക്കുന്നത്, എംബ്രിയോ സാക്കിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡബിൾ ഫെർട്ടിലൈസേഷനെ കുറിച്ച് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് എ ഡൈക്കോട്ട് എംബ്രിയോ. അപ്പോൾ ഇതിൻ്റെ പിക്ചർ വരയ്ക്കാനായിട്ടും അതുപോലെ തന്നെ അടയാളപ്പെടുത്താനായിട്ടും അറിഞ്ഞിരിക്കണം. ആൻഡ് ഇതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. എ ടിപ്പിക്കലി ഡൈക്കോട്ട് എംബ്രിയോ കൺസിസ്റ്റ് ഓഫ് ആൻ എംബ്രിയോണൽ ആക്സിസ് ആൻഡ് 2 കോട്ടിലിഡൻ. ഒരു ഡൈക്കോട്ട് എംബ്രിയോ എന്താണ്, ഒരു എംബ്രിയോണൽ ആക്സിസും 2 കോട്ടിലിഡനും കൺസിസ്റ്റ് ചെയ്യുന്നു. ദി പോർഷൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് എബോവ് ദി ലെവൽ ഓഫ് കോട്ടിലിഡൻ ഈസ് കോൾഡ് എപ്പികോട്ടൈൽ. എപ്പികോട്ടൈൽ ടെർമിനേറ്റ് വിത്ത് പ്യൂമൽ ഓർ സ്റ്റെം ടിപ്പ്. ദി സിലിണ്ട്രിക്കൽ പോർഷൻ ബിലോ ദി ലെവൽ ഓഫ് ദി കോട്ടിലിഡൻ ഈസ് ദി ഹൈപ്പോകോട്ടൈൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പിക്ചർ വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ മതി. That turn at the lower end of the radicle or root tip. അപ്പോൾ ആ റൂട്ട് ടിപ്പ്, ദി റൂട്ട് ടിപ്പ് ഈസ് ഓഫ്റ്റൻ കവേർഡ് വിത്ത് എ റൂട്ട് ക്യാപ്പ്. ആ റൂട്ട് ടിപ്പ് എന്താണ്, ഒരു റൂട്ട് ക്യാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിരിക്കും. മാംഗോ, ആപ്പിൾ, റാഡിഷ്, റോസ് എക്സെട്ര ആർ സം ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഇപ്പോൾ എക്സാമ്പിൾ എന്തായാലും പഠിക്കുക, മാംഗോ, ആപ്പിൾ, റാഡിഷ്, റോസ്. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്താ മോണോക്കോട്ട്. അപ്പോൾ മോണോക്കോട്ടും ഡൈക്കോട്ടും തമ്മിൽ എന്ത് ചെയ്യുക, ഡിഫറൻസ് എഴുതാൻ അല്ലെങ്കിൽ അവരുടെ പെക്യുലാരിറ്റീസ് എഴുതാനൊക്കെ നമുക്ക് ചോദിക്കാം. അടുത്തതാണ് ടിപ്പിക്കൽ എന്താണ് മോണോക്കോട്ട് എംബ്രിയോ. അടുത്തതാണ് ഒരു മോണോക്കോട്ടിലിഡൻ എംബ്രിയോ. ഓക്കെ, അപ്പോൾ എന്താണ് എ ടിപ്പിക്കലി മോണോക്കോട്ട് എംബ്രിയോ കൺസിസ്റ്റ് ഓഫ് 1 കോട്ടിലിഡൻ. മറ്റതിന് 2 കോട്ടിലിഡൻ ഉണ്ട്, പക്ഷേ ഇതിന് എന്ത് ചെയ്യുന്ന ഒരു കോട്ടിലിഡനേ ഉള്ളൂ. ദി കോട്ടിലിഡൻ ഈസ് സിറ്റുവേറ്റഡ് 1 സൈഡ് ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് ആൻഡ് കോൾഡ് സ്ക്യൂട്ടില്ലം. അപ്പോൾ എന്താണ്, കോട്ടിലിഡൻ സിറ്റുവേറ്റഡ് ആയിരിക്കുന്ന ആക്സിസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്യൂട്ടിലം എന്ന് വിളിക്കുന്നു. ദി റാഡിക്കിൾ ആൻഡ് റൂട്ട് ക്യാപ്പ് ആർ സിറ്റുവേറ്റഡ് അറ്റ് ദി ലോവർ എൻഡ് ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ്. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നു, ഈ റൂട്ട് ക്യാപ്പും റാഡിക്കിളും എന്ത് ചെയ്യുന്നു, ഈ ലോവർ, ഈ ഏറ്റവും അടിയിലാണ് എന്ത് ചെയ്യുന്നത്, സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അപ്പോൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതി. അതുപോലെ എക്സാമ്പിൾ എന്താണ്, ഗ്രാസ്, ബനാന, ബാംബു, പ്ലാം. ഇത്ര എന്താണ് ഈ ഒരു എക്സാമ്പിളും പഠിച്ചിരിക്കുക. അപ്പോൾ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ മോണോക്കോട്ട് എംബ്രിയോ ആൻഡ് ഡൈക്കോട്ട് എംബ്രിയോ വിത്ത് എക്സാമ്പിൾ എന്ന് ചോദിക്കാം. വിത്ത് ഫിഗർ അല്ലെങ്കിൽ എന്താണ് ഈ പടം എന്ന് തന്നിട്ട് ഇതിൻ്റെ ഓരോന്ന് അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും എഴുതാനായിട്ട് അറിഞ്ഞിരിക്കുക. അടുത്തതാണ് ഫ്രൂട്ട്സ്.
ഫ്രൂട്ട്സ് ഈസ് റൈപ്പൻഡ് ഓവറി, അതായത് റൈപ്പൻഡ് ആയിട്ടുള്ള ഓവറിനെയാണ് നമ്മൾ ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നത്. ദി വാൾ ഓഫ് ദി ഫ്രൂട്ട്സ് ഈസ് കോൾഡ് പെരിക്യാപ്പ്, അതായത് ഫ്രൂട്ട്സിൻ്റെ വാളിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പെരിക്യാപ്പ് എന്ന് വിളിക്കുന്നു. വൺ വേർഡൊക്കെ ചോദിക്കാമേ. ഫ്രൂട്ട്സ് മേ ബി ഫ്ലഷി ഓർ ഡ്രൈ, ഒന്നുകിൽ നല്ല ഫ്ലഷി ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നതായിരിക്കും ഒരു ഫ്രൂട്ട് എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് എത്ര തരത്തിലുണ്ട് നോക്കാം. ഫ്ലഷി ഫ്രൂട്ട് എന്ന് വെച്ചാൽ ദി ഫ്രൂട്ട് വാൾ ഈ സോഫ്റ്റ് ആൻഡ് ഫ്ലഷി, ഇത് ഭയങ്കര ഫ്ലഷി ആയിരിക്കും, അതുപോലെ തന്നെ എന്താണ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതായത് മാംഗോ, ഓറഞ്ച്, ഗൂവ ഒക്കെ അതിന് എക്സാമ്പിൾ. മാംഗോ ഒക്കെ നല്ല ഒരുപാട് നമുക്ക് കഴിക്കാൻ കിട്ടുന്നില്ല, അതിനാണ് നമ്മൾ ഫ്ലഷി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്ലഷി ഫ്രൂട്ട് അതിന് എക്സാമ്പിൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഫ്രൂട്ടാണ് ഡ്രൈ ഫ്രൂട്ട്. അപ്പോൾ ഒന്ന് ഫ്ലഷി ഫ്രൂട്ട്, രണ്ടാമത്തെ ഡ്രൈ ഫ്രൂട്ട്. ഫ്രൂട്ട് വാസ് ഡ്രൈ ആണ്, എക്സാമ്പിൾ ഗ്രൗണ്ട് നട്ട് ആൻഡ് മസ്റ്റാർഡ് ഒക്കെ എന്താണ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫ്രൂട്ട്സ് ആണ്. ഇനി നമുക്ക് ഫ്രൂട്ടിനെ എന്ത് ചെയ്യും? ട്രൂ ഫ്രൂട്ടും ഫാൾസ് ഫ്രൂട്ടുമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ദി ഫ്രൂട്ട് വിച്ച് ഡെവലപ്പ് ഒൺലി ഫ്രം ദി ഓവറി, ഓവറയിൽ നിന്ന് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടിനെയാണ് നമ്മൾ ട്രൂ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളാണ് പീ, വീറ്റ്, മൈസ് പോലുള്ള സംഭവങ്ങൾ. ഫാൾസ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഫ്രൂട്ട് വിച്ച് ഡെവലപ്പ് ഫ്രം ദി പാർട്ട് ഓഫ് ദി ഫ്ലവർ ദാൻ ദി ഓവറി, അതായത് ഫ്ലവറിൻ്റെ പാർട്ടിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടുകളെയാണ് നമ്മൾ ഫാൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതിനെ നമ്മൾ ട്രൂ എന്നും, അതായത് ഫ്ലവറുകളുടെ പാർട്ടിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നതിനെ നമ്മൾ ഫാൾസ് ഫ്രൂട്ട് എന്നും വിളിക്കുന്നു. എക്സാമ്പിൾ ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ, അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അതിനുള്ള എക്സാമ്പിൾ. നെക്സ്റ്റ് ഫ്രൂട്ടാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഫ്രൂട്ട് വിച്ച് ആർ ഫോമഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആർ കോൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്, അതായത് ഫെർട്ടിലൈസേഷൻ ഒന്നും നടക്കാതെ ഉണ്ടാകുന്ന ഫ്രൂട്ടിനെയാണ് നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ദീസ് ഡു നോട്ട് ഹാവ് സീഡ്, ഇത് എന്തില്ല? സീഡ് ഒരിക്കലും കാണില്ല, കാരണം ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാകുന്ന ഫ്രൂട്ടിന് എന്തില്ല? സീഡില്ല. അതിന് എക്സാമ്പിളാണ് ബനാന ഒരു പാർത്തനോകാർപ്പിക് ഫ്രൂട്ടാണ്. അപ്പോൾ അത്രയും പഠിച്ചാൽ മതി. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ 4 ടൈപ്പ് ഉണ്ട്: ട്രൂ, ഫോൾസ് ആൻഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. വിത്ത് എക്സാമ്പിൾ അടക്കം പഠിച്ചിരിക്കുക.